UDF നേതൃത്വത്തിന് മുന്നിൽ വിചിത്ര ഉപാധി വെച്ച് PV അൻവർ 2026 ആഭ്യന്തരവും വനം വകുപ്പും തനിക്ക് വേണം, ഇല്ലെങ്കിൽ VD സതീശനെ UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ UDFന്റെ മുന്നണി പോരാളിയായി താൻ ഉണ്ടാകുമെന്നാണ് അൻവർ പറയുന്നത്. മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ല എന്നും അൻവർ വ്യക്തമാക്കുന്നു. എന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ 9 മണി വരെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ. ഞാൻ മുന്നോട്ട് വെച്ച ചില ഓഫറുകൾ തന്നിട്ടുണ്ട്. ഞാൻ അവരുടെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. VD സതീശനെ UDFന്റെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ പിണറായിയെ കയറ്റാൻ ഞാനില്ല. അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം, മുഖ്യമന്ത്രി പദം ഏതായാലും നിങ്ങൾ തരില്ല. ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26 ഈ UDF ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും. അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. അതിനൊരു ധാരണയുണ്ട്, സ്വകാര്യമായി ഉണ്ടാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ ആ തീരുമാനം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട UDFൻ്റെ എല്ലാ ലീഡർഷിപ്പും വേണം. PJ ജോസഫ് സാറ് വേണം, ഷിബു ബേബി ജോൺ വേണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ പറയുന്ന VD സതീശനെ മാറ്റാമെന്ന്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും ഈ പറയുന്ന ഫോറസ്റ്റ് വകുപ്പും എനിക്ക് നൽകണം. അത് ഉറപ്പ് തരണം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ ഇതുകൊണ്ട് എനിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇനിയൊരു പിണറായിയെ സൃഷ്ടിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ്. ഇപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടും പറഞ്ഞതാണ്, ഈ പറയുന്നത് പോലെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. UDFന് മുന്നിൽ ഉപാധി വെച്ച PV അൻവറിന് KPCC പ്രസിഡന്റിന്റെ പരിഹാസം. വകുപ്പ് വിഭജനം ആരംഭിച്ചിട്ടില്ലെന്ന് സണ്ണി ജോസഫ് പറയുന്നു. പറഞ്ഞത് ആഭ്യന്തര വകുപ്പോ വനം വകുപ്പും തന്നു കഴിഞ്ഞാൽ UDFുമായി സഹകരിക്കാൻ തയ്യാറാണെന്നാണ്. വകുപ്പ് വിഭജനം ആരംഭിച്ചിട്ടില്ല. ഷബീർ അമർ കൂടുതൽ വിവരങ്ങളുമായി. ഷബീർ, എന്താണ് ഇന്നിപ്പോൾ അൻവർ പറയുന്നത്? തീർത്തും വിചിത്രമായ ചില ഉപാധികളാണ് PV അൻവർ ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഈ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമെന്ന അഭ്യൂഹം കൂടി നിലനിന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. UDF നേതാക്കൾ താനുമായി ചർച്ച നടത്തി, ഇപ്പോഴും ചർച്ച നടത്തുന്നുണ്ട് എന്ന് അവകാശപ്പെട്ട PV അൻവറാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം പറയുന്നു, താൻ UDF നേതാക്കൾ ബന്ധപ്പെട്ടപ്പോൾ അവരോട് താൻ ചില ഉപാധികൾ വെച്ചു. അതാണ് ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ വനം വകുപ്പോ തനിക്ക് നൽകണം. 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ നിലയ്ക്ക് വകുപ്പുകൾ തനിക്ക് വേണം, മന്ത്രിയാക്കണം, അല്ലെങ്കിൽ VD സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുന്നണി പോരാളിയായി താൻ ഉണ്ടാകുമെന്ന വിചിത്ര ഉപാധിയാണ് PV അൻവർ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വമോ UDF നേതൃത്വമോ ഈ നിലയ്ക്ക് PV അൻവറിനെ ബന്ധപ്പെട്ടതായി സ്ഥിരീകരണമില്ല, വിവരമില്ല. ആ നിലയ്ക്ക് ഉള്ള ചർച്ചകൾ നടക്കില്ല എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അപ്പോഴും PV അൻവർ താനുമായി കോൺഗ്രസ് നേതാക്കൾ UDF നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് എന്ന് അവകാശപ്പെടുകയാണ്. PV അൻവറിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും ഇതോടൊപ്പം അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. എന്തുകൊണ്ടാണ് താൻ ഈ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നത്, ഈ ഉപാധി വെച്ചതെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. താൻ ഉന്നയിച്ച വിഷയങ്ങൾ പോലീസിലെ പ്രശ്നങ്ങളാണ്, പോലീസിലെ RSS വൽക്കരണമാണ് ഒന്ന്. മറ്റൊന്ന് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ. മലയോര ജനതയെ വനം വകുപ്പ് ബുദ്ധിമുട്ടിക്കുന്നു, അവരെ ജീവിക്കാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ വകുപ്പുകളിൽ ഒരു പരിഹാരം വേണം, അവരുടെ നയങ്ങളിൽ ഒരു പരിഹാരം വേണം. അതുകൊണ്ടാണ് താൻ ഈ വകുപ്പുകൾ ചോദിച്ചത് എന്നാണ് PV അൻവർ പറയുന്നത്. പോലീസിലെ RSS വൽക്കരണം അവസാനിപ്പിക്കും, ഒപ്പം തന്നെ വനം വകുപ്പിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തും താൻ മന്ത്രിയാവുകയാണെങ്കിൽ എന്നാണ് PV അൻവർ പറയുന്നത്. മറ്റൊന്ന്, മലപ്പുറവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ കൂടി PV അൻവർ ഇന്നിപ്പോൾ പുതുതായി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്രയും ദിവസങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കാത്ത വിഷയമാണ്, അത് പുതുതായി ഉന്നയിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് മലപ്പുറം ജില്ല വിഭജിക്കണം. മലപ്പുറം ജില്ലയിൽ 60 ലക്ഷത്തോളം ജനങ്ങളുണ്ട്. ഈ 60 ലക്ഷത്തോളം ജനങ്ങളിലേക്ക് വികസനം എത്തുന്നില്ല നിലവിൽ. കാരണം അത്രയും ജനങ്ങൾക്ക് ഒരു ജില്ലാ കളക്ടർ എന്ന നിലയ്ക്കാണ്. മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വയനാട് ജില്ലയിൽ 12 ലക്ഷം ജനങ്ങൾക്ക് ഒരു ജില്ലാ കളക്ടറാണ്. ഇവിടെ അത് ഒരു 60 ലക്ഷം ജനങ്ങൾക്കാണ് ഒരു ജില്ലാ കളക്ടർ വരുന്നത്. ആ നിലയ്ക്ക് ഈ ജില്ല പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കണം. അത് തന്നെ മലയോര മേഖല ഉൾപ്പെടുത്തി തിരുവമ്പാടി ഉൾപ്പെടെ, കോഴിക്കോട് നിന്ന് തിരുവമ്പാടി ഉൾപ്പെടുത്തി മലയോര മേഖല ഒരു ജില്ലയാക്കി മറ്റൊരു മേഖല, ഈ തീരദേശ മേഖല അടക്കം വരുന്ന മറ്റൊരു ജില്ലയിൽ രൂപീകരിക്കണമെന്ന ആവശ്യമാണ് PV അൻവർ പുതുതായി മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് മലപ്പുറം വിവാദം, അതായത് UDF ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് UDF LDF തർക്കം നിലനിൽക്കുകയാണ്.
ഈ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ UDF ഉന്നയിക്കുന്ന വിഷയങ്ങൾ താൻ നേരത്തെ ഉന്നയിച്ചതാണ്. പക്ഷേ അന്നൊന്നും കോൺഗ്രസ് നേതാക്കളോ UDF നേതാക്കളോ തന്റെ വാദങ്ങൾ ഏറ്റെടുക്കാനോ തനിക്കൊപ്പം നിൽക്കാനോ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് UDF ഇപ്പോൾ ഏറ്റെടുത്തതെന്നും PV അൻവർ പറയുന്നുണ്ട്. എന്തായാലും PV അൻവറുടെ പ്രചാരണം അത്ര സജീവമല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം കാര്യമായ വോട്ട് പിടുത്തത്തിന് പ്രത്യക്ഷത്തിൽ ഇറങ്ങിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് PV അൻവർ പറയുന്നത് താൻ നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചില്ലെങ്കിലും തനിക്കായി വോട്ട് അഭ്യർത്ഥന പല നിലയ്ക്ക് നടക്കുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. എന്തായാലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ PV അൻവർ എന്ന അഭ്യൂഹം ഇപ്പോഴും ശക്തമാണ്. പക്ഷെ അതോട് PV അൻവർ പ്രതികരിച്ചത് മരിച്ചു വീണാലല്ലാതെ താൻ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ല എന്നുമായിരുന്നു. നിഷാദ്. ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകുന്നത്. നിലമ്പൂരിൽ നിന്ന് PV അൻവർ ചില വിചിത്ര ഉപാധികൾ മുന്നോട്ട് വെക്കുന്നു. അതിനപ്പുറം അദ്ദേഹം ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നില്ല എന്ന് അറിയിക്കുന്നുണ്ട്. അതാണൊരു പ്രധാന വാർത്തയായി കാണാവുന്ന ഒന്ന്.